ഉച്ചച്ചൂടിനെയും നഗരത്തിരക്കുകളെയെല്ലാം വെല്ലുവിളിച്ച് തലസ്ഥാനത്തെ കലോത്സവം പൊടിപൊടിക്കുമ്പോൾ 4ാം ദിവസവും വേദികളും സദസ്സും സജീവമാണ്. വൈകിട്ട് വേദിയിലെത്തുന്ന സംഘനൃത്തത്തിനായുള്ള കാത്തിരിപ്പാണ് പ്രധാന വേദിയിൽ. നിശാഗന്ധിയിൽ പാലക്കാട് നിന്ന് അട്ടപ്പാടിയുടെ ചുവടുകളും താളവുമായി ഇരുള നൃത്തവും അരങ്ങിലെത്തിയിട്ടുണ്ട്. പളിയ നൃത്തവും ഇന്ന് അരങ്ങിലെത്തും. കേരള വിഷന്റെ മുഴുവൻ ടീമും ഇതെല്ലാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ അവിടെ സജ്ജമാണ്. നമുക്ക് ഏതായാലും നമ്മുടെ കേരള വിഷൻ ടീം അംഗങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവർ പുതിയ അതിഥികളും അവരുടെ വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കാൻ അവിടെ സജ്ജമാണ്. കാളിദാസനുണ്ട്, നവീനുണ്ട്. ആദ്യം തന്നെ നമുക്ക് നവീനിലേക്ക് പോകാം. നവീൻ, എങ്ങനെയാണ് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്? തൃശ്ശൂർ മുന്നിലെത്തി എന്ന് അറിയാൻ സാധിക്കുന്നു. എന്താണ് പുതിയ അതിഥികളുടെ വിശേഷം? പങ്കുവെക്കാം. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. 4ാം ദിവസത്തിലൂടെ വളരെ ആവേശപൂർവ്വമുള്ള മത്സരം പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരാണ് മുന്നിലെങ്കിൽ ഞാനൊരു കണ്ണൂർക്കാരനാണ്. ഇത്രയും ദിവസം ഇത്രയും സമയങ്ങളിൽ കണ്ണൂർ മുന്നിട്ട് നിന്നിട്ടായിരുന്നു. ഇപ്പം അത് പിന്നിലാണെന്ന് അറിയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ മത്സരമാണ്, മത്സരത്തിലെ ഫലങ്ങൾ മാറി മാറി വന്നിരിക്കും. ഇപ്പം എൻ്റെ കൂടെ നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉറുദു സംഘഗാനത്തിൽ ഫസ്റ്റ് പ്രൈസ് എ ഗ്രേഡ് നേടിയിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലെ കൂട്ടുകാരല്ലേ? എറണാകുളം ജില്ല എവിടെയാ? സ്കൂളിന്റെ പേരെന്താ? മൊറക്കാല സെന്റ് മേരീസ്. നിങ്ങളുടെ പേര്? നുബല, അന്ന മരിയ, ജിദ ഫൈസൽ, ഷിഫ ഫാത്തിമ, ഗ്രിഗറി മാത്യു, ഫാബിയ ഒറിഫ്, ഫിദ സുരയ്യ. എനിക്കിവര് നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ ക്യാമറ മുന്നിൽ വന്നപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉറുദുവിൽ സുഖമാണോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ള കാര്യം. അതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ശരിക്കും സുഖമാണോ എന്ന് എങ്ങനെ ചോദിക്കും? അതായത് ഞങ്ങള് ഉറുദു ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പൊ പാട്ട് ഉറുദു പഠിക്കാൻ വേണ്ടി ഞങ്ങൾ പഠിച്ചതാണ്, പാടാൻ വേണ്ടി ഞങ്ങൾ പഠിച്ചതാണ്. അതായത് പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഉറുദുവിൽ പാട്ട് മാത്രമേ പഠിച്ചുള്ളൂ. അതിൽ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മൗനം വിദ്വാന് ഭൂഷണം, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നന്നായിട്ട് പാടില്ല എല്ലാവരും. വെയിലിന് ഇച്ചിരി ചൂടുണ്ട്, കുഴപ്പമുണ്ട. നന്നായിട്ട് വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ കുറച്ച് സമയം തണലത്തോട്ട് മാറിയാൽ നമ്മുടെ സൗന്ദര്യം ഇച്ചിരി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് പാടാം. റെഡി അല്ലേ? റെഡി. भारत देश हमारा है, सब मुल्कों से प्यारा है. भारत देश हमारा है, सब मुल्कों से प्यारा है. गांधी नेहरू और आजाद, जिनसे मुल्क हुआ आजाद. गांधी नेहरू और आजाद, जिनसे मुल्क हुआ आजाद. सिंह भगत अकबर बिस्मिल, राणा टीपू खान जमल. सिंह भगत अकबर बिस्मिल, राणा टीपू खान जमल. भारत देश हमारा है, सब मुल्कों से प्यारा है. कैसे है? अच्छा है. कैसी है? अच्छा है. अच्छा ഹും ഹോ ഹാ. അതിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം നമ്മൾ ചിരിക്കുമ്പോൾ ഹാ ഹാ എന്നാ വരും. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുണ്ട്. നല്ല സന്തോഷമല്ലേ? അപ്പൊ എന്തായാലും കപ്പ് ആര് കൊണ്ടുവന്നുള്ള കാര്യം നമുക്ക് നാളെ തീരുമാനിക്കാം. ഇപ്പൊ നമ്മൾ മത്സരിക്കുന്നത് മാത്രമാണ്. മത്സരിച്ച് എ ഗ്രേഡ് കിട്ടി, സന്തോഷമുണ്ട്. ഇനി കുറച്ചും പോയിട്ട് തണുത്ത് നിൽക്കുക. എവിടെ? തണലത്തോട്ട് മാറി നിൽക്കുക. ഓക്കെ, ബൈ. Bye. ഓക്കെ.